ഒന്നും അതൊന്നും സാധിക്കില്ല. ആ അവസ്ഥയാണ് ബ്ലാക്ക് ഔട്ട്. താങ്ക് യു അനിപ്പേട്ടാ. താങ്ക് യു സാർ. അടുത്തായിട്ട് ഇനി ആർക്കെങ്കിലും ഡൗട്ട് ചോദിക്കാനുണ്ടെങ്കിൽ ഈ അവസരം നമുക്ക് ഉപയോഗപ്പെടുത്താം. ദയവായിട്ട് മുമ്പോട്ട് വന്ന് ചോദിക്കാം. ഹലോ, ഹലോ. കേൾക്കാവോ? ഞാനിപ്പം ബ്ലാക്ക് ഔട്ടിന്റെ കാര്യം പറഞ്ഞുകൊണ്ട് മദ്യാസക്തനാണ്. പേര് രഞ്ജു, കോട്ടയം. ഞാൻ ഒരു കാര്യം പെട്ടെന്ന് ഞാൻ ഓർത്തതാണ്. ഞാനിപ്പോ ഏതായാലും മദ്യപിക്കത്തില്ല, നന്നായിട്ട് ഇവിടെ പോകുന്നുണ്ട്. പക്ഷെ എന്റെ പഴയകാല ഒരു മദ്യപാനവുമായിട്ട് ബന്ധപ്പെട്ട് ഞാൻ എൻ്റെ 2 സുഹൃത്തുക്കളുമായിട്ട് കുടിച്ച് കോതമംഗലത്ത് വെച്ച് കുടിച്ച് രാത്രിയിൽ ഏകദേശം ഒരു 11 മണി 11:30 ആയപ്പോഴേക്കിനും കുടിച്ചിട്ട് പിന്നെ ബാക്കി കാറിനകത്ത് അവരെ കൊണ്ടുപോയി ഇറക്കി വിട്ട് എന്റെ വീട്ടിലേക്ക് പോയതാണ്. തൊടുപുഴയ്ക്കാണ് ഞാൻ പോയത്. അവിടുന്ന് ഒരു 24 കിലോമീറ്ററേ ഉള്ളൂ. 11:30 12 ആയപ്പോ ഇറങ്ങി ഞാൻ പിറ്റേ ദിവസം രാവിലെ ഞാൻ 7 മണി 7:30 ആയപ്പോഴാണ് വീട്ടിൽ വരുന്നത്. എങ്ങനെ വന്നു, എങ്ങനെ പോയി, എതുവഴി പോയി ഒന്നും അറിയാം. കാറിനകത്ത് ഡീസൽ ഉള്ളത് കൊണ്ട് മാത്രം വീട്ടിലെത്തിയെന്ന് പറയാം. കാറ് എങ്ങനെയൊക്കെയോ എന്തോ അത് ഞാനൊന്ന് ജസ്റ്റ് ഓർത്തപ്പോ ഞാനൊന്ന് പറഞ്ഞതേ ഉള്ളൂ. അത്രമാത്രം മദ്യാസക്തനായിരുന്നു എന്നുള്ള ഒരു ഓർമ്മപ്പെടുത്തലും കൂടിയായിരുന്നു സാർ ഇപ്പൊ പറഞ്ഞത്. കറക്റ്റ്. അപ്പൊ ഇങ്ങനെയൊക്കെ ഒരാൾ കറങ്ങി നടക്കുമ്പോൾ ചിലപ്പോൾ പോലീസ് ഉണ്ടെങ്കിൽ പോലീസ് ഈ വാഹനത്തെ പിന്തുടരും ചിലപ്പോ. സാറേ, അതാണ് ഏറ്റവും വലിയ ഭാഗ്യം. അപകടം ഉണ്ടായില്ല, ആർക്കേറ്റ് പോയി ഇടിച്ച് അല്ലെങ്കിൽ മരണപ്പെട്ടു പോകണ്ടല്ല. എനിക്ക് ബോധമില്ലാത്ത അവസ്ഥയിലായിരിക്കും, പോലീസ് പിടിച്ചില്ല. എന്തൊക്കെയോ വീട്ടുകാരുടെ പ്രാർത്ഥന കൊണ്ട് എത്തിയെന്ന് പറയാം, അത്രേ ഉള്ളൂ. ആ കാറിലൊക്കെ ഫുള്ള് സ്ക്രാച്ചുകളായിരുന്നു സൈഡ് മുഴുവൻ. ഏതാണ്ട് കാട്ടിക്കൂടെയൊക്കെയാണ് പോയത്, കോതമംഗലം കാട്ടിക്കൂടെയൊക്കെ പോയി. ഏതായാലും എത്തിയെന്നുള്ളതാണ്. ഇതൊരു അവസ്ഥയാണ്, ഒരു ബോധവും ഇല്ലാത്ത അവസ്ഥ. ഒന്ന് ഓർത്തപ്പോ ഒന്ന് പറഞ്ഞതേ ഉള്ളൂ സാർ. ഓക്കെ. ശരിയാണ്. ശരിയായ ഒരു ബ്ലാക്ക് ഔട്ട് ഭയങ്കര ഭീകരമായിട്ടുള്ള അവസ്ഥയാണ്. പലപ്പോഴും അത് ആക്സിഡന്റ് ഒക്കെ ആകാം. എതിരെ വരുന്ന ആൾക്ക് മനസ്സിലാവില്ലല്ലോ ഇയാൾ ഇങ്ങനെയാണെന്ന്. അത് രാത്രി സമയം ആയതുകൊണ്ടായിരിക്കാം ചിലപ്പോൾ കൂടുതൽ വാഹനങ്ങൾ ഇല്ലാത്തതും രക്ഷപ്പെട്ടതും, സത്യം പറഞ്ഞ ഈ 2 മണി 1 മണിയൊക്കെ ആയതുകൊണ്ട്. അതെ. ഓക്കെ, താങ്ക് യു ഡോക്ടർ. ഓക്കെ, താങ്ക് യു കേട്ടോ. താങ്ക് യു ഡോക്ടർ. ഇനി ആർക്കെങ്കിലും സാഹചര്യം ഉണ്ടെങ്കിൽ ചോദ്യങ്ങൾ ചോദിക്കാം. ആർക്കെങ്കിലും സാഹചര്യം ഉണ്ടെങ്കിൽ മുമ്പോട്ട് വന്ന് ചോദ്യങ്ങൾ ചോദിക്കണേ. ഞാനൊരു ചോദ്യം ചോദിക്കാം സാറേ. ഓക്കെ. എൻ്റെ ഒരു ഷിപ്പ് ഞാൻ ഒരാൾക്ക് വിളിക്കാണ്. അതായത് നമ്മൾ സാർ കുടിച്ചു കഴിയുമ്പോഴാണ് പലപ്പോഴും ഈ ദേഷ്യം, അതായത് കുടിച്ചു കഴിയുമ്പോൾ നമുക്ക് വൈരാഗ്യമുള്ളവരോട്, ദേഷ്യമുള്ളവരോട് പെട്ടെന്ന് നമുക്കത് ഓർമ്മ വരും, അവരെ വിളിക്കുകയൊക്കെ ചെയ്ത് അല്ലെങ്കിൽ തെറിയൊക്കെ പറയുകയൊക്കെ ചെയ്യും. എന്നാൽ സാധാരണ മറ്റിൽ നടക്കുമ്പോൾ അങ്ങനെ വരുന്നില്ല. അതിനെന്താ കാരണം സാർ ചിന്തിച്ചിട്ടുണ്ട്? അത് നമ്മുടെ ഓൾട്ടേഡ് ബിഹേവിയർ എന്ന് പറയാം. നമ്മള് എന്താ പറ്റുക വെച്ചാല് നമുക്ക് ബോധമണ്ഡലത്തില് നമുക്ക് ഇന്നതൊക്കെ സംഗതികൾ മോശമാണ്, ഇന്നതൊന്നും പറയാൻ പാടില്ല എന്നുള്ളത് നമ്മൾ നോർമലായിട്ടുള്ള ഒരവസ്ഥയിൽ നമുക്കൊരാളെ പറ്റി മോശപ്പെട്ട വാക്കുകൾ നമ്മൾ പറയുന്നില്ല, പരസ്യമായിട്ട് അവഹേളിക്കുന്നില്ല. അതൊക്കെ എന്താണെന്ന് വെച്ചാൽ നമ്മുടെ സാമൂഹ്യ ബോധം, സമൂഹത്തിൽ നമ്മൾ എങ്ങനെ പെരുമാറണം, എങ്ങനെ എന്ത് ചെയ്യാൻ പാടില്ല എന്നൊക്കെയുള്ളൊരു ഒരു കോൺഷ്യസ്നെസ്, ഒരു ബോധം നമ്മുടെ ഉള്ളിലുണ്ട്. അത് വിട്ടുപോകും. അത് മദ്യത്തിൻ്റെ ഇത് കെട്ട് മദ്യം കൂടുതൽ അളവിൽ ചെല്ലുന്തോറും ഈ ഒരു കൺട്രോള് നമ്മുടെ ഉള്ളിൽ നിന്ന് പോകും. അപ്പം നമ്മൾ എന്തും വിളിച്ചു പറയാം. ഒരു സ്വാതന്ത്ര്യം കിട്ടിയ ഒരാളെ പോലെ നമ്മൾ എന്തും വിളിച്ചു പറയും ചിലപ്പോൾ. അത് ഞാനിപ്പോഴും ഓർക്കുന്നുണ്ട്. നമ്മളെ ഒരു ഡോക്ടർ, അയാൾ ആശുപത്രിയിലെ സൂപ്രണ്ടാണ്. ഓരോ ആൾക്കും ഒരു പ്രത്യേക സ്വഭാവം. അന്നേരം മദ്യം കഴിച്ചിട്ട് അത് ഈ ബോധമണ്ഡലം, കൺട്രോൾ ചെയ്യപ്പെടുന്ന ബോധമണ്ഡലം പോയി കഴിഞ്ഞാൽ അവരുടെ സ്വഭാവം മാറുന്നത് ഓരോ വ്യക്തിയുടെ ഓരോ തരത്തിലാണ്. അപ്പോൾ ഇയാളെ എങ്ങനെയാന്ന് വെച്ചാൽ എന്തെങ്കിലും ഒരു ഫങ്ഷൻ ഉണ്ടെങ്കിൽ ഈ ഡോക്ടർമാർ പ്രത്യേകിച്ച് അവരുടെ
പരിപാടിക്ക് എല്ലാം മദ്യം എവിടെയെങ്കിലും ഒളിച്ചു വെച്ചിരിക്കും. പരിപാടി കഴിഞ്ഞ് മീറ്റിംഗ് ഒക്കെ കഴിഞ്ഞ് അവരത് പുറത്തെടുക്കും. ഇതെല്ലായിടത്തും അങ്ങനെയൊക്കെ തന്നെ. അപ്പൊ ഇയാൾക്കൊരു സ്വഭാവം എന്ന് വെച്ചാൽ ഇയാൾക്ക് ഈ മദ്യം ഇവരെവിടെ ഒളിപ്പിച്ച് വെച്ചേക്കണമെന്ന് അയാൾ കണ്ടുപിടിക്കും. വന്നു കഴിഞ്ഞാൽ ഉടനെ തന്നെ ഈ നായ മണത്ത് നടക്കുന്ന പോലെ അയാള് ഈ മദ്യം ഇങ്ങനെ എവിടെ ഒളിപ്പിച്ച് വെച്ചേക്കണം കണ്ടുപിടിച്ച് അയാൾ 2 പെഗ്ഗെങ്കിലും ഉപയോഗിക്കും. അയാൾക്ക് അധികം മദ്യമൊന്നും വേണ്ട. 2 പെഗ് കഴിച്ചാൽ അയാൾക്ക് ഈ കൺട്രോൾ പോകും. എന്ത് പറയണം എന്ത് പറയാതിരിക്കണം എന്നുള്ള ഈ കൺട്രോൾ പോകും. അയാൾക്ക് അപ്പോൾ ഏറ്റവും കൂടുതൽ തോന്നുന്നത് ഈ അവിടെ സ്ത്രീകൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരെ അസഭ്യം പറയുക, ഭയങ്കര തെറി പറയുകയാണ്. അസഭ്യം പറയും, കേട്ടാൽ അറയ്ക്കുന്ന അസഭ്യം പറയും. അയാൾ ഡോക്ടറൊക്കെയാണ്, സൂപ്രണ്ടൊക്കെയാണ്. അപ്പോൾ ഇയാൾ അവിടെ ഉണ്ടെന്ന് അറിഞ്ഞ സ്ത്രീകൾ ആരും ആ മീറ്റിങ്ങിലേക്ക് വരാറില്ല. അയാളുടെ സ്വഭാവം ഒരു പ്രാവശ്യം അറിഞ്ഞ സ്ത്രീകളാരും പിന്നെ ഇയാളുള്ള മീറ്റിങ്ങിൽ വരില്ല. അതൊരു പ്രത്യേക സ്വഭാവമായിരുന്നു അയാളുടെ. ഇത് ഓരോ ആൾക്കാർക്കും ഓരോ തരത്തിലാണ്. ചില ആൾക്കാർ ഭയങ്കരമായിട്ടുള്ള സങ്കടങ്ങൾ, ഭയങ്കര എന്താണ് സെന്റിമെന്റലാവുക, കെട്ടിപ്പിടിച്ച് കരയുക, ഇങ്ങനെയൊക്കെയുള്ള പരിപാടികളൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ വളരെ മോശപ്പെട്ട സംഗതികളാണെന്ന് അയാൾക്ക് നോർമലായിട്ടിരിക്കുന്ന അവസ്ഥയിൽ അറിയാം. പക്ഷെ ഇങ്ങനെ കെട്ടുവിടുമ്പോൾ അയാൾ ഇങ്ങനെ പ്രവർത്തിക്കും. ഹലോ. ഹലോ. ആ അരുൺ, ആരെങ്കിലും ഇനി ചോദിക്കാണ്ട് ചോദിക്കുക. ജെറി. ഓക്കെ. അരുൺ, മംഗലാപുരം ചോദിക്കാനൊന്നുമില്ലേ? ഗുഡ് ഈവനിങ് ഡോക്ടർ. എൻ്റെ പേര് അരുൺ എന്നാണ്. ഒരു അമിത മദ്യപാന രോഗിയാണ്. ആൽക്കഹോൾ അനോണിമസ് ഫെലോഷിപ്പിന്റെ സഹായത്താലും ദൈവസഹായത്താലും അന്നത്തെ ദിവസം മദ്യപിച്ചിട്ടില്ല. 1 വർഷവും 8 മാസമായി. എനിക്ക് സാറിന്റെ ക്ലാസ്, ഡോക്ടേഴ്സ് ഒപ്പീനിയൻ ഞാൻ സ്ഥിരമായിട്ട് കേൾക്കുന്ന ഒരാളാണ്. എനിക്ക് ഒരുപാട് നന്ദിയുണ്ട് സാറിനോടും ഈ ഫെലോഷിപ്പിനോടും. എന്റെ കൈവിട്ടു പോയ ഒരു ജീവിതത്തിന് ശരിക്കും ഞാൻ വളരെയധികം സ്ട്രഗിൾ ചെയ്തു. മദ്യപാനം നിർത്തണം എന്ന് വളരെയധികം ആഗ്രഹം ഉണ്ടായിട്ടും നടക്കുന്നില്ല. എങ്ങനെ നിർത്തണം എന്നറിയില്ല. കൂടിപ്പോയ 1-2 ദിവസമൊക്കെ നിർത്താൻ പറ്റും. പിന്നെ വീണ്ടും പൂർവാധികം ശക്തിയോട് കൂടി കള്ളു കുടിക്കുന്നു. ഈ ബ്ലാക്ക് ഔട്ട്സ് എന്നൊക്കെ പറഞ്ഞ ആ ഒരു ഫിനോമിന ഞാൻ എല്ലാ ദിവസവും അനുഭവിക്കുന്നതാണ്. തലേദിവസം നടന്നിട്ടുള്ള കാര്യം എന്താണെന്ന് ഓർമ്മയില്ല. ജോലിക്ക് പോകാൻ പറ്റുന്നില്ല. ഒരുപാട് ലോണുകൾ കടം വാങ്ങിച്ചിട്ട് കൊടുക്കാൻ പറ്റുന്നില്ല. അങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ നിന്ന് ജീവിതത്തിലേക്ക് ഒരു ഗ്രിപ്പ് കിട്ടിയ ഒരു സന്തോഷത്തിലാണ് ഞാനിപ്പോ. അപ്പോ സാറിനോട് നന്ദി പറയാണ്. ഇത്ര ലളിതമായിട്ട് ഞങ്ങളോട് ഈ ശാസ്ത്രീയ വശങ്ങൾ, ഈ മദ്യപാനം എങ്ങനെയാണ് നടക്കുന്നത്, എന്തുകൊണ്ടാണ് അഡിക്ഷൻ ആവുന്നത് എന്നുള്ള കാര്യങ്ങൾ പറഞ്ഞു തരുന്നതില് ഒരുപാട് നന്ദി സാർ. ഇതൊന്ന് ജസ്റ്റ് ഒന്ന് പറയണമെന്നാണ്. താങ്ക് യു. സാർ. തീർച്ചയായിട്ടും നമ്മളെ അറിവാണ്. നമ്മുടെ അറിവും ആ അറിവിന് നമ്മൾ എത്ര ഗൗരവം കൊടുക്കുന്നു, എത്ര പ്രായോഗികമാക്കുന്നു, അതനുസരിച്ചാണ് വാസ്തവത്തിൽ ഈ ആൽക്കഹോളിസം അല്ലെങ്കിൽ മറ്റ് ലഹരി രോഗങ്ങളൊക്കെ തന്നെ അതിൽ നിന്ന് നമ്മൾ രക്ഷപ്പെടാൻ അറിവാണ് നമ്മുടെ ഏറ്റവും വലിയ ആയുധം. അല്ല, ഇന്നത്തെ നമ്മുടെ ജീവിതത്തിൽ അറിവിന്റെ പങ്ക് ആരോടും പറഞ്ഞ് ബോധ്യപ്പെടുത്തേണ്ട ആവശ്യമില്ല. അത് പ്രത്യേകിച്ച് രോഗത്തിന്റെ കാര്യമാണെങ്കിലും മറ്റ് ഏത് ടെക്നിക്കലായിട്ടുള്ള കാര്യത്തിലാണെങ്കിലും അറിവില്ലെങ്കിൽ നമ്മുടെ ജീവിതം കൊളാകും. അറിവ് കൊണ്ടാണ് നമ്മൾ ജീവിക്കേണ്ടത്. അപ്പോൾ പക്ഷെ ഈ അറിവ് നേടാനായിട്ട്, മദ്യാസക്ത രോഗത്തിലെ ഈ അറിവ് നേടാനായിട്ട് അതിന് കുറച്ച് അയാൾ ഒരു ഇനീഷ്യൽ സ്റ്റേജിൽ ഈ അറിവുണ്ടാക്കുന്ന യന്ത്രം നമ്മുടെ ബ്രെയിൻ തന്നെയാണ്. അപ്പോൾ ആ ബ്രെയിനിന് അത് പാകപ്പെടുത്തണം. ഈ ആൽക്കഹോളിക്സ് അനോണിമസിൽ വന്നിട്ട് പല ആൾക്കാരും വീണ്ടും വീണ്ടും റിലാപ്സായി രക്ഷപ്പെടാതെ പോയി. എത്രയോ ആൾക്കാർ ഇത് ഉപയോഗിക്കപ്പെടാതെ മരിച്ചു പോയിട്ടുണ്ട്. അവർക്ക് വർഷങ്ങളോളം മദ്യപിച്ച് നടന്നിട്ടും ഇങ്ങനെ ഒരു പ്രോഗ്രാമിലെത്തി രക്ഷപ്പെടണമെന്ന് ആഗ്രഹിച്ചിട്ട് അവർക്ക് സാധിക്കാതെ കഴിഞ്ഞു പോയിട്ടുണ്ട്. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ബ്രെയിൻ, നമ്മുടെ ബ്രെയിൻ ആണ് ഉപകരണം. ഈ ഉപകരണത്തിനാണ് കേടുപറ്റിയേക്കുന്നത്. ഇപ്പോൾ ഒരു ഉപകരണം കൊണ്ട് ഒരാൾക്ക് ഒരു കാര്യം മുറിക്കണമെങ്കിൽ ആദ്യം അത് ആ ഉപകരണത്തിന് മൂർച്ച വെപ്പിക്കണം, അല്ലാതെ ശരിയാവില്ല. അപ്പോൾ നമ്മുടെ ബ്രെയിൻ ഡിസീസാണത്, തലച്ചോറിൻ്റെ രോഗമാണത്.
അപ്പോൾ ഇതിനെ പറ്റി, തലച്ചോറിനെ പറ്റി പറയുകയാണെങ്കിൽ നമുക്ക് അത് എത്ര പറഞ്ഞാലും മതിയാവില്ല. കാരണം വെച്ചാൽ അത്രമാത്രം വലിയൊരു ഒരു സൂപ്പർ കമ്പ്യൂട്ടറാണ്. നമ്മളിപ്പോൾ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് വരെയൊക്കെ ഇപ്പോൾ എത്തി നിൽക്കുന്നുണ്ട്. ഈ തലച്ചോറിൻ്റെ ഒരു ഭാഗം മാത്രം, അത് ഏതൊക്കെ ഇൻപുട്ട് ഔട്ട്പുട്ട് സെൻട്രൽ പ്രോസസ്സിങ് അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ മാത്രം എടുത്തിട്ടുണ്ടാക്കി ഒരു കമ്പ്യൂട്ടർ റാപ്പിഡായിട്ട് ഉണ്ടാക്കാൻ ഓർമ്മ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന കമ്പ്യൂട്ടേഷൻ, അതാണ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്. അത് ഹ്യൂമൻ ബ്രെയിനിൻ്റെ അത്ര ഒന്നും യാതൊരു ഇതുമില്ല. കാരണം വെച്ചാൽ ഹ്യൂമൻ ബ്രെയിനിൽ ഏറ്റവും പ്രധാനപ്പെട്ട സംഭവം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഇമോഷൻസ്, നമ്മുടെ ഇൻ്റലിജൻസ് കൂടാതെ ഇമോഷൻസ് ഉണ്ട്. നമ്മുടെ സ്നേഹം എന്ന് പറഞ്ഞ് എന്താണ്, അല്ലെങ്കിൽ നമ്മൾ വാല്യൂസ്, നമ്മൾ ഈ സമൂഹ ജീവിതത്തിൽ നമ്മുടെ മൂല്യങ്ങൾ എന്താണ്, നമ്മളൊരാളെ പറ്റി കരുതുന്നുണ്ടെങ്കിൽ ആ കരുതലിൻ്റെ അർത്ഥം എന്താണ്, ഇങ്ങനെയൊക്കെ വളരെ വിലപ്പെട്ട ജീവിതത്തിലെ ചില കാര്യങ്ങളൊക്കെ നമ്മുടെ ബ്രെയിൻ നമുക്ക് ശരിയാക്കി തരുന്നുണ്ട്. ഈ സംഗതിയൊന്നും ഈ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിന് നമുക്ക് ശരിയാക്കി തരാൻ പറ്റില്ല. അപ്പോൾ അതിന് നമ്മൾ പറയുന്നത് വെച്ചാൽ നമുക്ക് പാഷൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ എന്താ പറയുക, നമ്മുടെ എല്ലാ തരത്തിലുള്ള വൈകാരിക അവസ്ഥകളും ജീവിതത്തോടുള്ള നമ്മുടെ അടുപ്പം, അതൊക്കെയാണ് നമ്മുടെ പാഷൻ. ജീവിതം അതിനെ നമ്മൾ കൂടെ നിർത്തുന്നത്, അത് നമ്മുടെ പാഷനാണ്. അതിൽ സന്തോഷവും ഒക്കെ ഉണ്ട്, സ്നേഹമുണ്ട്, നമ്മുടെ മനുഷ്യത്വമുണ്ട്, എല്ലാ നല്ല സംഗതികളും നമ്മുടെ പാഷൻ്റെ ഉള്ളിലുണ്ട്. അതേപോലെ തന്നെ പാഷൻ്റെ ഒപ്പം തന്നെ നമുക്ക് റീസണും ഉണ്ട്. നമ്മുടെ തലച്ചോറിന് റീസൺ ഉണ്ട്. ഇത് രണ്ടും കൂടി മാക്സിമം ഉപയോഗം വരുമ്പോൾ നമ്മൾ ഏതൊരു കമ്പ്യൂട്ടറിനേക്കാളും വലിയ സംഭവമായിട്ട് മാറും നമ്മുടെ ബ്രെയിൻ. നമുക്കിതൊക്കെ അച്ചീവ് ചെയ്യാൻ പറ്റും, നമുക്ക് നേടിയെടുക്കാൻ പറ്റും. പല ആളുകൾക്കും ചെറിയ ചെറിയ മാനസിക അസുഖങ്ങളൊക്കെ ഉള്ള ആൾക്കാർ അവരുടെ ബ്രെയിനിന് നല്ല ഭക്ഷണം, നല്ല വ്യായാമം, നല്ല ഉറക്കം, നല്ല റെസ്റ്റ്, ഡെഫിഷ്യൻസി എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊക്കെ പരിഹരിക്കുക. പിന്നെ അവർ ചെയ്യുന്ന മനസ്സിൻ്റെ ഏകീകരണം, ഇൻ്റഗ്രേഷൻ, അതെല്ലാം ചെയ്ത് കഴിയുമ്പോൾ പല ആളുകൾക്കും മാനസിക രോഗം തന്നെ മാറിയിട്ട് അവർ പുതിയൊരു അവസ്ഥയിലേക്ക് വന്നിട്ടുണ്ട്. അത്തരം ആളുകൾ അവരറിയാതെ തന്നെ മാറ്റം സംഭവിക്കുന്നുണ്ട്. അപ്പോൾ അവിടെയൊക്കെ എന്താണെന്ന് വെച്ചാൽ ബ്രെയിനിനെ നമ്മൾ മാറ്റിമറിക്കുന്ന പരിപാടിയാണ്. നമ്മൾ ഈ പ്രോഗ്രാമിൽ 24 മണിക്കൂർ നമ്മൾ മദ്യത്തിൽ നിന്ന് വിട്ടു നിൽക്കുന്നു എന്ന് പറയുമ്പോൾ ബ്രെയിനിൻ്റെ സർക്യൂട്ടിനെ നമ്മൾ മെച്ചപ്പെടുത്തുന്നു. ആ സർക്യൂട്ട് ഭയങ്കര സർക്യൂട്ടാണ്. അതിന് മിനിമം ഒരു 2-3 മാസമെങ്കിലും, ഒരു 3 മാസമെങ്കിലും സർക്യൂട്ടിന് കേടുപറ്റാതെ കൊണ്ടുനടന്ന്, പിന്നെ അതിൽ മാനസിക കുഴപ്പങ്ങളുണ്ടെങ്കിൽ അതിനുള്ള പരിഹാരമൊക്കെ കണ്ട് നല്ല ഭക്ഷണം, നല്ല ഉറക്കം, പിന്നെ നമ്മൾ ചെയ്യുന്ന ജോലികളിലൊക്കെ എന്താ പറയുക, ഒരു കോൺസെൻട്രേഷൻ, ഒരു അറ്റൻഷൻ, ഇതൊക്കെ വരുമ്പോൾ നമ്മുടെ ബ്രെയിനിൽ മാറ്റിമറിക്കലുണ്ടാവും. അപ്പോൾ അതൊക്കെയാണ് സംഭവിച്ചത്. അപ്പോൾ ആദ്യം തുടക്കത്തിൽ നമ്മളെ ബ്രെയിൻ നമ്മൾ പ്രിപ്പയർ ചെയ്യണം, കേൾക്കാനും. ഒരു മീറ്റിങ്ങിൽ വന്ന് കേൾക്കാനുള്ള കഴിവുണ്ടാകുമ്പോൾ അയാൾ രക്ഷപ്പെടും, കാരണം അയാളുടെ ബ്രെയിൻ ബെറ്ററാവും. അപ്പോൾ ഒരിക്കൽ കൂടി താങ്ക് യു. ഏതായാലും പ്രോഗ്രാമിലെത്തി രക്ഷപ്പെട്ടത് നന്ദി പറയുന്നു. താങ്ക് യു സാർ, താങ്ക് യു. ഇനി ആർക്കെങ്കിലും എന്തെങ്കിലും സാറുമായിട്ട് ഡിസ്കസ് ചെയ്യാനുണ്ടെങ്കിൽ ദയവായിട്ട് മുമ്പോട്ട് വരണം. നമുക്കിനി ഏകദേശം ഒരു 15 മിനിറ്റ് അടുത്തുണ്ട് സമയം. ആർക്കെങ്കിലും ഡൗട്ട് ചോദിക്കാനുണ്ടെങ്കിൽ മുമ്പോട്ട് വന്ന് ചോദിക്കാം. ഞാൻ ഇന്ന് എൻ്റെ അടുത്ത് വന്നൊരു പേഷ്യൻറ്റിൻ്റെ കാര്യം ഞാൻ ഒന്ന് പറയാം. അപ്പോൾ മദ്യാസക്ത രോഗം എത്രമാത്രം ദയനീയമാണ്, എത്രമാത്രം അവസ്ഥകൾ, എത്രമാത്രം എങ്ങനെ ഒരാൾക്കൊരു അവസ്ഥയിൽ നിന്ന് രക്ഷപ്പെടുത്താം, ഇതൊക്കെ പലപ്പോഴും ആലോചിക്കുമ്പോഴത്തേക്കും വളരെ സങ്കീർണമാണ്. ഇന്ന് ഒരു ഏകാരൻ, അവൻ്റെ ഒരു കൂട്ടുകാരനെ എൻ്റെ അടുത്ത് ഒരാളെ കൊണ്ടുവന്നു. 30 വയസ്സുണ്ട്. അവന് ഒരു ഇലക്ട്രോണിക്സ് എന്തൊരു ജോലിയുണ്ട്, കഴിവുള്ള ഒരു പയ്യനായിരുന്നു. ഒരു 10 വർഷമായിട്ട് മദ്യം ഉപയോഗിക്കുന്നു. അവൻ്റെ ഫാദർ നേരത്തെ മരിച്ചുപോയി, ഒരു സൂയിസൈഡൽ
ഡെത്തായിരുന്നു. കന്നാബിസ് ഡിപ്പെൻഡൻ്റ് ആയിരുന്നു. മദർ 62 വയസ്സായിട്ട് ഇപ്പോഴും കൂലിപ്പണി ചെയ്യുന്നു. പിന്നെ ഒരു സിസ്റ്ററോ മറ്റുള്ളൂ, അല്ല ഒരു ബ്രദറോ മറ്റുള്ളൂ. ഒരു ബ്രദറുണ്ട്, അയാൾ കൂലിപ്പണിയൊക്കെ ചെയ്ത് ജീവിക്കുന്നു. അപ്പോൾ ഇവനിങ്ങനെ മദ്യാസക്തനാണ്. അവനെന്തോ ഈയിടെ ഒരു പ്രേമബന്ധത്തിൽ ഏർപ്പെട്ടിട്ടുണ്ട്. മദ്യാസക്തി അവന് 10 പെഗ് മദ്യം വരെയൊക്കെ ഡെയിലി കഴിച്ച് പോവാണ്. നിർത്തിവെക്കാൻ അസാധ്യമായിട്ടുള്ളൊരു അവസ്ഥയാണ്. പക്ഷേ അവൻ്റെ അവസ്ഥകളൊക്കെ കേട്ട് എത്ര വർഷമായിട്ട് മദ്യം കഴിക്കുന്നു, എങ്ങനെ ജീവിക്കുന്നു, ജീവിതത്തിൻ്റെ ചുറ്റുപാടുകൾ, അവൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ, ഇതൊക്കെ മനസ്സിലാക്കിയിട്ട് അപ്പോൾ ഞാൻ അവനോട് പറഞ്ഞു കൊടുത്തത് ഒരു വളരെ ഗൗരവമുള്ള രോഗമാണ്, ശരിക്കും ചികിത്സിക്കണം. അപ്പോൾ അവൻ ഒരു തരത്തിലും പൊരുത്തപ്പെടുന്നില്ല. അവൻ്റെ ചിന്താഗതി എന്താണ്? അവൻ ഏതെങ്കിലും ഒരു സ്ഥലത്ത് പോയി കിടന്നാൽ ഈ ലോകത്തെ മറ്റാളുകൾ, അവൻ്റെ ജോലി സ്ഥലത്തുള്ള ആളുകളൊക്കെ അവൻ മദ്യപാനിയാണെന്നുള്ള വിവരം അവരുടെ ഉള്ളിൽ ചെല്ലും. അത് അവന് ഏറ്റവും പരിഹാസ്യം ഉണ്ടാക്കുന്ന ഒരു സംഗതിയാണ്. അവൻ അവഹേളിക്കപ്പെടും. അപ്പോൾ ഏറ്റവും വലിയ അവനിപ്പോൾ ഈയിടെ ആത്മഹത്യയെ പറ്റി ഒരു ആലോചിച്ചു. അങ്ങനെ ഒരു അവസ്ഥയിൽ നിൽക്കുന്ന ഒരുത്തനാണ്, മദ്യാസക്തനാണ്. അത് ഭയങ്കര ഭീകരമായിട്ടുള്ള ഒരു അവസ്ഥയിലാണ്. എന്താണ് കോൺട്രാഡിക്ഷൻ, വൈരുദ്ധ്യങ്ങൾ ഒത്തിരി ഉണ്ട്. നിർത്തണം എന്ന് ആഗ്രഹമുണ്ട്, സാധിക്കുന്നില്ല. രാവിലെയുള്ള കുടിയുണ്ട്. എല്ലാ തരത്തിലും വളരെ അങ്ങേയറ്റത്തെ മോശം അവസ്ഥ, മാനസികാവസ്ഥ, വിഷാദ രോഗം ഒക്കെ ഉണ്ട്. അപ്പോൾ ഈ ഒരു അവസ്ഥയിലുള്ള ഒരു രോഗി, അയാളോട് ഞാൻ പറയുകയാണ്, നിങ്ങൾ ഒന്ന് അഡ്മിഷൻ ആകണം, അതാണ് ഏറ്റവും നല്ലത്. നമുക്ക് മരുന്നെടുത്ത് തരാൻ ഒരാൾ വേണം, സ്വസ്ഥമായിട്ട് കിടക്കണം. അപ്പോൾ അയാളുടെ മറുപടിയാണ് ഞാൻ ഈ പറഞ്ഞത്. അയാൾ അവഹേളിക്കപ്പെടും, നാട്ടിൽ മുഴുവനും പാട്ടാവും. അതാണ് ഈ ഷെയിം. ഈ ഷെയിമും ഇതുപോലെയുള്ള വൈരുദ്ധ്യങ്ങൾ, ഇതൊക്കെ മനസ്സിലിങ്ങനെ നിറഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ഇതെന്താ സംഗതി എന്നുള്ള ഒരു പിടിയില്ലാത്ത ഒരു കൂട്ടം ആൾക്കാർ ഈയാൻ പാറ്റകളെ പോലെ അതിഭീകരമായിട്ട് മരിക്കുന്നു. അപ്പോൾ ഞാൻ നിവൃത്തിയില്ലാതെ അവസാനം കൊണ്ടുവന്ന സുഹൃത്തിനോട് പറഞ്ഞ, ഒരാഴ്ച നീ മരുന്ന് കൊടുക്കും, ആ മരുന്ന് കറക്റ്റായിട്ട് കഴിക്കണം, ജോലിക്ക് പോകാൻ പാടില്ല. ജോലിക്ക് പോയാൽ അവിടെ പ്രത്യാഘാതങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞാൽ അവിടെയാണ് പ്രശ്നം ഉണ്ടാകുന്നത്. അപ്പോൾ ഇങ്ങനെയൊക്കെ നമ്മൾ പറഞ്ഞു കൊടുക്കണം. ഒന്ന് ആലോചിച്ച് നോക്കുക, എത്ര ദയനീയമായിട്ടൊരവസ്ഥയാണ്. താങ്ക് യു സാർ. ആർക്കെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ ചോദിക്കാം. ഹലോ ഹലോ ഹലോ. സാർ, അരുണാണ്, ഒരു അമിത മദ്യപാന രോഗിയാണ്. സാർ, ഓക്കെ. ഞാൻ പറഞ്ഞിരുന്നല്ലോ, ഞാൻ മദ്യത്തിൽ നിന്ന് വിട്ടുനിന്നിട്ട് 1 വർഷവും 8 മാസമായി. എന്റെ വീട്ടിൽ എന്റെ അനിയനെല്ലാം ചെറിയ രീതിയിൽ മദ്യപിച്ച് തുടങ്ങിയിട്ടുണ്ട്. അപ്പോ അവരിങ്ങനെ മദ്യപിക്കുമ്പോ ഉള്ളിന്റെ ഉള്ളിൽ ഭയങ്കര പേടിയാവും, ഇവരോട് എങ്ങനെ അത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യും എന്നുള്ളൊരു രീതിയിൽ. അപ്പോ ഒരു ബെറ്റർ ആയിട്ട് എങ്ങനെയാണ് ഇവര് ഇതിൽ നിന്നൊന്ന് പിന്തിരിക്കുക, കാര്യങ്ങളൊന്നും. അല്ല, അത് ഞാനൊരു മീറ്റിങ്ങിന് പോകുന്നുണ്ട്. നിനക്ക് അവിടെ വരുന്നതിന് പ്രശ്നമൊന്നുമില്ല, നീ അവിടെ വന്ന് ഒന്ന് കേൾക്കുന്നുണ്ടോ എന്ന് ചോദിക്കുക. അവനൊരു ഇൻവിറ്റേഷൻ കൊടുക്കുക. ഒരു പ്രോഗ്രാം ഓപ്പൺ മീറ്റിങ്ങിൽ വന്ന് അവിടെ ഇരുന്ന് ചിലപ്പോൾ ഒരൊറ്റ മീറ്റിങ്ങിൽ തന്നെ സ്ട്രൈക്ക് ചെയ്യും. അത് അവൻ്റെ മനസ്സിലങ്ങ് കയറി പറ്റിക്കഴിഞ്ഞാൽ പല ഗുണങ്ങളുണ്ടാവും. ഈ പ്രോഗ്രാം ആ രീതിയിൽ വളരെ നല്ല ഒരു എഡ്യൂക്കേഷനാണ്. ഓക്കെ സാർ. താങ്ക് യു സാർ. ഓക്കെ. അടുത്തായിട്ട് ഇനി ആർക്കെങ്കിലും എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ ചോദിക്കാം. നമുക്കിനി 8 മിനിറ്റൂടെ ബാക്കിയുണ്ട്.
ആരും ചോദിക്കല്, ഞാൻ ഓർമ്മ ചോദിക്കാം. അതായത് ഓക്കെ സാറേ, ഓക്കെ പറയും. ഷിബു ഞാൻ ആൽക്കഹോളിക്കാണ്. അതായത് ഈ നമ്മുടെ മീറ്റിങ്ങിലൊക്കെ ഈ കുടി നിർത്തി കഴിയുമ്പോൾ അവർ മീറ്റിങ്ങിന് വരില്ല. എന്നാൽ വല്ലപ്പോഴും എങ്ങാനും ഇപ്പൊ ഒരു 5-6 മാസമൊക്കെ കുടിക്കാതിരുന്നിട്ട് അവർ എന്തോ കുടിച്ചു കഴിഞ്ഞാൽ അപ്പൊ അവര് വിളിക്കും, കോണ്ടാക്ട് ചെയ്യും. ഉം. അങ്ങനെയുള്ള കുറെ ആളുകളുണ്ടല്ലോ സാറേ. ഓക്കെ ഉണ്ട്, അത് ശരിയാണ്. കുടിക്കാതിരിക്കുമ്പോ അവർക്ക് അത് മീറ്റിംഗ് വേണ്ട, അത് ആരുമായിട്ട് അത് കോണ്ടാക്ടും ഉണ്ടാവില്ല. ശരിയാണ്, അത് കറക്റ്റ് തന്നെ. അതിപ്പോ ഞാൻ നേരത്തെ പറഞ്ഞ കഥയിലുണ്ട്. അത് അങ്ങനെയാണ്. ഓരോ ആൾക്കാരും ഇതിനെ പറ്റി ഒരു വൈരുദ്ധ്യം മനസ്സിൽ സൂക്ഷിക്കുന്നുണ്ട്. ഇത് ഇപ്പോൾ നമ്മൾ കേജ് ടെസ്റ്റ് എന്ന് പറഞ്ഞ് ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. ഈ കേജ് ടെസ്റ്റിന്റെ അടിത്തറ എന്താണെന്നറിയോ? ഈ ഒരാളുടെ മനസ്സിൽ ഇങ്ങനെ വൈരുദ്ധ്യങ്ങൾ കൊണ്ട് നടക്കുന്നുണ്ടോ? ഓപ്പൺ മനസ്സല്ലാതെ വൈരുദ്ധ്യങ്ങൾ, തെറ്റായ സംഗതികൾ, അല്ലെങ്കിൽ പരസ്പരം പൊരുത്തപ്പെടാത്ത കാര്യങ്ങളായിട്ടാണ് അയാൾ ജീവിക്കുന്നത്. ആ വൈരുദ്ധ്യം ഇല്ലാതാകുമ്പോഴാണ് ചികിത്സ എളുപ്പമാവുന്നത്. ഒരു ഉദാഹരണം പറയാം. ഞാനിപ്പോൾ ഇതിനു മുമ്പ് പല പ്രാവശ്യം പറഞ്ഞിട്ടുള്ളതാണ്, എങ്കിലും ചില ആൾക്ക് ഉപകാരപ്പെടും. ഇപ്പം മദ്യത്തിൻ്റെ കാര്യത്തിൽ ഒരു ക്വസ്റ്റ്യനെയറുണ്ട്, 4 ചോദ്യങ്ങൾ. അത് ലോകം മുഴുവൻ WHO അംഗീകരിച്ചിട്ടുള്ള ഒരു 4 ചോദ്യങ്ങളാണ്. നമ്മൾ മറ്റു ചോദ്യങ്ങളൊക്കെ 10-11 ചോദ്യങ്ങളുണ്ട്, അതൊക്കെ കുറേ സമയം പിടിക്കും. അതേസമയം ഈ 4 സിമ്പിൾ ക്വസ്റ്റ്യൻസ് ആർക്കും പെട്ടെന്ന് ചോദിക്കാനും പെട്ടെന്ന് ഉത്തരം പറയാൻ പറ്റുന്ന ഈ 4 ചോദ്യങ്ങൾ, അതൊരു മദ്യാസക്ത രോഗിയുടെ ഉള്ളിൽ വൈരുദ്ധ്യം ഉണ്ടെങ്കിൽ, ആ വൈരുദ്ധ്യം ഉണ്ടെങ്കിൽ അയാളുടെ രോഗം വളരെ സീരിയസ് ആണ്. ഒരു ഉദാഹരണം പറയാം. കട്ടിങ് ഷോർട്ട്, മദ്യം നിർത്താൻ ആഗ്രഹമുണ്ടോ? ഒരു ഡോക്ടർ മദ്യാസക്തനോട് ചോദിക്കുകയാണ്. ഇന്ന് വന്നവനോട് ഞാനും ചോദിച്ചു, എനിക്ക് മദ്യം നിർത്താൻ ആഗ്രഹമുണ്ടോ? അവൻ തീർച്ചയായിട്ടും എനിക്ക് നിർത്താൻ ആഗ്രഹമുണ്ട്. എന്താണ് അവൻ്റെ വൈരുദ്ധ്യം? പക്ഷെ നിർത്താൻ ആഗ്രഹമുണ്ടെങ്കിൽ അത് നടപ്പിലാക്കാൻ പറ്റുന്നില്ല. അതാണ് കാര്യം. നിർത്താൻ അവർ ആഗ്രഹമില്ലായിരുന്നിട്ടല്ല, പക്ഷെ അത് ശരീരത്തിലെ ഫിസിയോളജിക്കൽ ഡിപ്പെൻഡൻസ് എന്ന് പറയും. ശരീര പ്രവർത്തനം കൊണ്ട് ശരീരം പ്രവർത്തിച്ച് മദ്യത്തിനെ ഉള്ളിൽ പൊരുത്തപ്പെടുത്തി, ആ മദ്യം ശരീരത്തിൻ്റെ ഉള്ളിൽ ഒരളവിൽ വേണം. ആ അളവിൽ മദ്യം അവിടെ ഉള്ള അവസ്ഥയിൽ മാത്രമേ അത് പ്രവർത്തിക്കുകയുള്ളൂ. അഡാപ്റ്റേഷൻ, അങ്ങനത്തെ ഒരു അവസ്ഥയിൽ എത്തി നിൽക്കുകയാണ് അവൻ. അപ്പോൾ അങ്ങനെ പൊരുത്തപ്പെട്ട് അത് അങ്ങനെ മുന്നോട്ട് പോകണം. അത് ആവശ്യമുണ്ട് അവിടെ ശരീരത്തിന്. അതുകൊണ്ട് എപ്പോഴും അവൻ പോയി കുടിക്കുന്നത്. പക്ഷെ അവൻ്റെ മനസ്സുകൊണ്ട് അത് മോശപ്പെട്ട സംഗതിയാണെന്നും ഇത് നല്ലതല്ല, സമൂഹം നല്ലതല്ല എന്ന് കരുതുമെന്ന് ഞാൻ നേരത്തെ പറഞ്ഞവൻ്റെ കഥ പോലെ അറിയാവന്. അതുകൊണ്ടാണ് അവൻ പറയണത് എനിക്ക് നിർത്താൻ ആഗ്രഹമുണ്ട് എന്ന് പറയുന്നതിൻ്റെ കാരണം അത്. ആഗ്രഹമുണ്ട്, പക്ഷെ നടപ്പിലാകുന്നില്ല. രണ്ടാമത്തെ, പിന്നെ നമ്മൾ മദ്യത്തെ ഞാൻ നേരത്തെ പറഞ്ഞ് ആ ജെലിനിക്കിൻ്റെ കാര്യത്തിലുണ്ട്. അത് ജെലിനിക്ക് പറഞ്ഞു, ഈ മദ്യത്തെക്കുറിച്ച് സംസാരിച്ച് അയാൾ മദ്യപാനിയാണെന്നുള്ള രീതിയിൽ സംസാരിച്ചു കഴിഞ്ഞാൽ അയാൾക്ക് ദേഷ്യം വരും. അത് ഒരു വൈരുദ്ധ്യമല്ലേ? അയാൾ ഏറ്റവും കൂടുതൽ കുടിക്കുകയും ഏറ്റവും കൂടുതൽ കൊണ്ടു നടക്കുകയും ചെയ്യുന്ന സാധനമാണ്. അതിനെപ്പറ്റിയാണ് സംസാരിക്കുന്നത്. അപ്പോൾ അയാൾ മോശപ്പെട്ട സംഗതിയാണെന്ന് അറിയാം. അതുകൊണ്ടാണ് അയാൾക്ക് ദേഷ്യം. മൂന്നാമത്തെ കാര്യം, അപ്പോൾ ആങ്കർ ഉണ്ടോ ഇല്ലെന്നുള്ളത്, കുറ്റബോധമുണ്ടോ? ഇയാളിങ്ങനെയൊക്കെ കാണിച്ചിട്ട് പൈസ നഷ്ടപ്പെടുന്നുണ്ട്, വീട്ടിൽ പ്രശ്നങ്ങളുണ്ട്, ജോലി സ്ഥലത്ത് പ്രശ്നമുണ്ട്, ഇത് വേണ്ട. അയാൾക്ക് അതിനെപ്പറ്റി ദുഃഖമുണ്ട്, കുറ്റബോധമുണ്ട് അങ്ങനെയൊക്കെ നടക്കുന്നതിൽ. ആ കുറ്റബോധം ഉണ്ടെങ്കിൽ അയാൾക്ക് അങ്ങനെ നടക്കാവോ? പാടില്ല. അപ്പോൾ അവിടെയും വൈരുദ്ധ്യമുണ്ട്. നാലാമത്തെ സംഗതി, നമ്മൾ രാവിലെ എഴുന്നേറ്റ് നമ്മൾ പ്രഭാത കൃത്യങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞ് നമ്മൾ എത്രയും പെട്ടെന്ന് ജോലിക്ക് പോകാനാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. അപ്പോൾ ആ സമയത്ത് നമ്മൾ ശരീരത്തിൽ മദ്യം പാടില്ല. എവിടെ ചെന്നാലും ആരും മനസ്സിലാക്കും, ആ ജോലി ചിലപ്പോൾ നഷ്ടപ്പെട്ടു പോകും. അപ്പോൾ അതുകൊണ്ട് ആരും രാവിലെ മദ്യം കഴിക്കാൻ താല്പര്യം ഉണ്ടാവില്ല. അപ്പോൾ അങ്ങനെയുള്ളൊരു സ്ഥലത്ത് ഇയാളുടെ ശരീരം ഇയാൾ അത്രമാത്രം കീഴടക്കി കഴിഞ്ഞാൽ ഇയാൾക്ക് രാവിലെ പോലും കുടിക്കാതിരിക്കാൻ പറ്റാത്ത ഒരു ദയനീയ അവസ്ഥയിലെത്തും. അതാണ് ഐ ഓപ്പണർ എന്ന് പറയും. കണ്ണ് തുറക്കുമ്പോഴേ മദ്യം കിട്ടിയാൽ കുടിക്കുക, ഐ ഓപ്പണർ. അപ്പോൾ 4 അക്ഷരമായി, 4 അവസ്ഥകളായി. എന്താണ്? കട്ടിങ് ഷോർട്ട്, ആങ്കർ, ഗിൽറ്റ്, ഐ ഓപ്പണർ. അപ്പോൾ അതിൻ്റെ എല്ലാ ആദ്യത്തെ അക്ഷരം
എടുത്തു കഴിഞ്ഞാൽ CAGE കേജ് ടെസ്റ്റ് എന്ന് പറയും. ഈ ടെസ്റ്റ് വളരെയധികം അതിന് വാലിഡിറ്റി ഉണ്ട്. ആ ടെസ്റ്റ് പോസിറ്റീവ് ആണെങ്കിൽ 4 പോസിറ്റീവ് ആണെങ്കിൽ ഇപ്പോൾ ഈ നിമിഷം അയാളെ കൊണ്ട് അഡ്മിറ്റ് ചെയ്ത് ചികിത്സിക്കണം. അങ്ങനത്തെ അവസ്ഥയാണ്. പക്ഷെ അയാൾക്ക് പോലും അറിയാൻ പറ്റില്ല അയാളുടെ രോഗം ഡോക്ടർ എങ്ങനെ മനസ്സിലാക്കിയെന്ന്. താങ്ക് യു സാർ. ഓക്കെ. ആർക്കെങ്കിലും ചോദിക്കാനുണ്ടോ? ഇല്ലെങ്കിൽ നമുക്ക്